അതിപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം ഒരു വലിയ അപൂർവ സമ്മാനമാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഏറ്റവും ആദ്യത്തെ ദിനപത്രമായ ദീപിക 140 വർഷം തികയ്ക്കാൻ പോകുന്ന ദീപികയുടെ ഏറ്റവും മുൻപത്തെ പേജ് ഇത് വരിക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതിനെക്കുറിച്ച് വായിക്കാൻ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ദീപിക ആദരിച്ചു. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ദീപികയുടെ ഉപഹാരം മോഹൻലാലിന് സമ്മാനിച്ചു. ചീഫ് ന്യൂസ് എഡിറ്റർ CK കുര്യാച്ചൻ, PRO മാത്യു കൊല്ലമലക്കരോട്ട് എന്നിവരും കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു. 140-ാം വർഷത്തിലേക്ക് 13 എന്ന മലയാളത്തിന്റെ ആദ്യ ദിനപത്രം തനിക്ക് നൽകിയ ആദരവിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു. ദീപികയുടെ ഉപഹാരം വലിയ അംഗീകാരമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിമിഷം എന്റേത് മാത്രമല്ല, ഇത് മുഴുവൻ മലയാള സിനിമയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. മലയാള സിനിമാ വ്യവസായത്തിന്റെ പാരമ്പര്യത്തിനും ക്രിയാത്മകതയ്ക്കും പ്രതിരോധത്തിനും ലഭിക്കുന്ന ആദരവായാണ് ഞാൻ ഈ പുരസ്കാരത്തെ കാണുന്നത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷത്തെക്കാൾ ഉപരി സിനിമാ പാരമ്പര്യത്തിന്റെ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകാരം എന്നതായിരുന്നു എന്നെ ആകർഷിച്ചത്. എന്റെ അതിവിദൂര സ്വപ്നങ്ങളിൽ പോലും ഈ നിമിഷം സ്വപ്നം കാണാൻ ഞാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്വപ്നസഫലമായ നിമിഷമല്ല, അതിനുമുപരി വിസ്മയകരമായ നിമിഷമാണ്. വർദ്ധിച്ച ആത്മവീര്യത്തോടെ സിനിമയ്ക്കൊപ്പമുള്ള എന്റെ യാത്ര തുടരും. കാരണം എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങിയപ്പോൾ മലയാളികൾക്ക് അത് അഭിമാനകരമായ നിമിഷമായിരുന്നു. 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ ബഹുമതികൾ എന്നിവയ്ക്ക് പിന്നാലെയാണ് ഫാൽക്കെ കിരീടധാരണം. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അംഗീകാരങ്ങളുടെ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞുകഴിഞ്ഞ മോഹൻലാൽ ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കണ്ടാഭരണമാക്കിയിരിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ, പഞ്ചാഗ്നിയിലെ റഷീദ്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, നാടോടിക്കാറ്റിലെ ദാസൻ, തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി, ചിത്രത്തിലെ വിഷ്ണു, കിരീടത്തിലെ സേതുമാധവൻ, ഭരതത്തിലെ ഗോപി, പാദമുദ്രയിലെ മാധുപ്പണ്ടാരവും കുട്ടപ്പനും, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ഇരുവരിലെ ആനന്ദൻ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ, തന്മാത്രയിലെ രമേശൻ നായർ, പരദേശിയിലെ വലിയകത്ത് മൂസ, താഴ്വാരത്തിലെ ബാലൻ, താളവട്ടത്തിലെ വിനോദ്, സ്ഫടികത്തിലെ ആടുതോമ, തുടരുമെന്ന ചിത്രത്തിലെ ബെൻസ്, ഹൃദയപൂർവ്വത്തിലെ സന്ദീപ്. മോഹൻലാലിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിനെയും അഭിനയത്തെയും കുറിച്ചുമൊക്കെ സിനിമാ പ്രേമികൾക്ക് എത്ര ചർച്ച ചെയ്താലും തീരില്ല. അത്തരമൊരു രേഖാചിത്രമാണ് മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന നടൻ കോറിയിട്ടിരിക്കുന്നത്. അസാമാന്യമായ മുഖസൗന്ദര്യമോ ശരീരത്തിന്റെ അഴകളവുകളോ അല്ല മലയാളിയെ മോഹൻലാലിനോട് ഇഴചേർത്തത്. ആ മാനരസങ്ങളിലും അലസഭാവങ്ങളിലും ഒരു സാധാരണ മലയാളി ഉണ്ടായിരുന്നു. ഒഴുകി നടക്കുന്ന വ്യക്തിയെന്നാണ് പലരും മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്നത്. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക്, ഒരു പ്രത്യേക താളത്തിലാണ് മോഹൻലാലിന്റെ ജീവിതം. ചിലപ്പോൾ ആത്മീയതയിൽ, ചിലപ്പോൾ തികഞ്ഞ ഭൗതികതയിൽ. എന്തിലേക്കും മാറാനുള്ള ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കാണാവുന്നതാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിമിഷം കൊണ്ടാണ് അദ്ദേഹം മറ്റൊരു വ്യക്തിയാകുന്നത്. സെറ്റിൽ സൊറ പറഞ്ഞും പതിഞ്ഞ ശബ്ദത്തിൽ കോമഡികൾ പറഞ്ഞും ഈസി മട്ടിലിരിക്കുന്ന മോഹൻലാലിന്റെ സ്റ്റാർട്ട് ആക്ഷൻ പറയുമ്പോഴുള്ള ഭാവവ്യത്യാസം നമ്മെ വിസ്മയിപ്പിക്കും. മലയാള സിനിമ എത്രയൊക്കെ മാറിയാലും, എത്രയെല്ലാം പുതിയവർ വന്നാലും മോഹൻലാൽ ആ മാജിക് ഒരിക്കലും അവസാനിക്കുന്നില്ല. എങ്കിലും തൊഴിലിനോടുള്ള അർപ്പണബോധവും അഭിനിവേശവും ഇന്നും ഒരു തുടക്കക്കാരൻ്റേത് തന്നെ. ദേശഭേദമില്ലാതെ ചലച്ചിത്ര ലോകം കൊതിച്ചു പോകുന്ന ഒരു വിസ്മയമാണ് മോഹൻലാൽ. എന്നിട്ടും ഈ മഹാനടനെ ലാലേട്ടൻ എന്ന് വിളിക്കാൻ മലയാളി എന്ന സ്വത്വത്താൽ നാം അവകാശമുള്ളവരാണ്. ഫാൽക്കെ പുരസ്കാരത്തെയും കണ്ഠാഭരണമാക്കിയ പ്രിയപ്പെട്ട മോഹൻലാൽ, താങ്കൾ അഭിനയരംഗത്തെ തമ്പുരാനായി, ഒടിയനായി, പുലിമുരുകനായി, മലയാള സിനിമയുടെ സ്പിരിറ്റായി, മലയാളിയുടെ ലാലേട്ടനായി തുടരുമെന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവ്വം.